ഹായ് ഫ്രണ്ട്സ്, HRDC ഓൺലൈൻ PSC എഡ്യൂക്കേഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2020 LP സ്കൂൾ ടീച്ചർ എക്സാമിന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും അവിടെ എക്സ്പ്ലനേഷൻസുമാണ്. നമുക്ക് ചോദ്യങ്ങളിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം: രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസായ തേജസ് എവിടെ മുതൽ എവിടെ വരെയാണ് സർവീസ് നടത്തുന്നത്? രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസായ തേജസ് എവിടെ മുതൽ എവിടെ വരെയാണ് സർവീസ് നടത്തുന്നത്? ഓപ്ഷൻ എ മംഗലാപുരം മുതൽ ചെന്നൈ വരെ, ഓപ്ഷൻ ബി ഡൽഹി മുതൽ അമൃത്സർ വരെ, ഓപ്ഷൻ സി ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ, ആൻഡ് ഓപ്ഷൻ ഡി മുംബൈ മുതൽ താനെ വരെ. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ എന്നുള്ളതാണ്. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസസ് ആയ തേജസ് എവിടെ മുതൽ എവിടെ വരെയാണെന്ന് വെച്ചാൽ എവിടെ മുതൽ എവിടെ വരെയാണ്? ലക്നൗ മുതൽ ന്യൂഡൽഹി വരെയാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ത്രിപുര സുന്ദരി എക്സ്പ്രസ് അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് അഗർത്തല, ഡൽഹി. ത്രിപുര സുന്ദരി എക്സ്പ്രസ്, നമുക്ക് ത്രിപുര സുന്ദരി എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ തന്നെ ആ ത്രിപുര എന്നുള്ള സ്ഥലം നമുക്ക് അതിൽ നിന്ന് കിട്ടും. ത്രിപുര എന്നുള്ള സംസ്ഥാനം. അപ്പം ത്രിപുരയുടെ ക്യാപിറ്റലായ അഗർത്തല, അപ്പോൾ അത് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അഗർത്തല ടു ഡൽഹി. ത്രിപുര സുന്ദരി എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് അഗർത്തല, ഡൽഹി. അടുത്ത ഐലൻഡ് എക്സ്പ്രസ്. ഐലൻഡ് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ബാംഗ്ലൂർ, കന്യാകുമാരി. ഐലൻഡ് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ബാംഗ്ലൂർ, കന്യാകുമാരി. വിവേക് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ദിബ്രുഗഡ്, കന്യാകുമാരി. വിവേക് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ദിബ്രുഗഡ്, കന്യാകുമാരി. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ട്രെയിനാണ് ഈ വിവേക് എക്സ്പ്രസ്. അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ദിബ്രുഗഡ്, കന്യാകുമാരി. അടുത്ത് ഹിമസാഗർ എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കന്യാകുമാരി, ജമ്മു താവി. നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. ഹിമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജമ്മു കാശ്മീരാണ് ഈ മഞ്ഞിൻ്റെ പ്രദേശം കൂടുതലായിട്ട് അവിടെയാണ്, ജമ്മു കാശ്മീരിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഹിമം സാഗർ എന്ന് പറയുമ്പോൾ നമുക്ക് കന്യാകുമാരിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കടലുണ്ട്, അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഹിമസാഗർ എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ ജമ്മു, കന്യാകുമാരി അങ്ങനെ പിടിച്ചാൽ മതി. അപ്പോൾ ഹിമസാഗർ എക്സ്പ്രസ് കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് കന്യാകുമാരി ടു ജമ്മു താവി. അടുത്ത നവയുഗ് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് മംഗലാപുരം, ജമ്മു താവി. നവയുഗ് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് മംഗലാപുരം, ജമ്മു താവി. അടുത്ത താർ എക്സ്പ്രസ് അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കറാച്ചി, ജോധ്പൂർ. നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ളൊരു ട്രെയിൻ സർവീസാണ് താർ എക്സ്പ്രസ് എന്ന് പറയുന്നത്. അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കറാച്ചി, ജോധ്പൂർ. അടുത്ത് സംസ്ലോത എക്സ്പ്രസ് ഉണ്ട്. അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡൽഹി, ലാഹോർ. അതും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ട്രെയിൻ സർവീസാണ്. അപ്പം സംസ്ലോത എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്നത് ഡൽഹി, ലാഹോർ എന്നീ സ്ഥലങ്ങളെയാണ്. അടുത്ത് മൈത്രി എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്നത് ധാക്കയും കൊൽക്കത്തയും തമ്മിലാണ്. മൈത്രി എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്നത് ധാക്ക, കൊൽക്കത്ത, അതായത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു ട്രെയിൻ സർവീസാണ് ഈ മൈത്രി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാരാണ്? 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഓപ്ഷൻ എ UA ഖാദർ, ഓപ്ഷൻ ബി ടി പത്മനാഭൻ, ഓപ്ഷൻ സി ആനന്ദ്, ആൻഡ് ഓപ്ഷൻ ഡി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആനന്ദാണ്. ചിലപ്പോൾ ഓപ്ഷനിൽ പി സച്ചിദാനന്ദൻ എന്നായിരിക്കും ഉള്ളത്. ആനന്ദൻ എന്നല്ലെങ്കിൽ പി സച്ചിദാനന്ദൻ എന്നുള്ള ഓപ്ഷനായിരിക്കും കാണുക. നിങ്ങളിത് അതനുസരിച്ച് ഓപ്ഷൻ ചെയ്യുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഈ പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. എന്നാലും ഞാൻ എഴുത്തച്ഛൻ പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 പോയിൻ്റ് കൂടി ഞാൻ ഈ ക്ലാസ്സിൽ പറയാം.
2017 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ വ്യക്തിയാണ് കെ.എസ്. അച്യുതാനന്ദൻ. 2017 എഴുത്തച്ഛൻ പുരസ്കാരം കെ.എസ്. അച്യുതാനന്ദനാണ് ലഭിച്ചത്. 2018 എഴുത്തച്ഛൻ പുരസ്കാരം ജേതാവാണ് എം. മുകുന്ദൻ. 2017 കെ.എസ്. അച്യുതാനന്ദന് കിട്ടുന്നു, 2018 എം. മുകുന്ദന് കിട്ടുന്നു. 2019 എഴുത്തച്ഛൻ പുരസ്കാരം ജേതാവ് പി. സച്ചിദാനന്ദൻ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ആനന്ദ്. 2019 എഴുത്തച്ഛൻ പുരസ്കാരം ജേതാവാണ് പി. സച്ചിദാനന്ദൻ അല്ലെങ്കിൽ ആനന്ദ്. 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് പോൾ സക്കറിയ. 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് പോൾ സക്കറിയ. അടുത്ത ഓപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും കൂടി നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ ഇതായിരുന്നു എ. ഖാദർ. എ. ഖാദറിന് കിട്ടുന്നത് 2019 മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണ്. അപ്പോൾ 2019 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കിട്ടുന്നത് എ. ഖാദറിനാണ്. അടുത്ത ടി. പത്മനാഭനാണെങ്കിൽ ONV സ്മാരക പുരസ്കാരം 2019 കിട്ടുന്നത് ടി. പത്മനാഭനാണ്. അപ്പോൾ എ. ഖാദറിന് 2019 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കിട്ടുമ്പോൾ ടി. പത്മനാഭന് 2019 ONV സ്മാരക പുരസ്കാരം കിട്ടുന്നു. നമുക്കറിയാം അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് 55ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2019 കിട്ടുന്നത്. ഈ ജ്ഞാനപീഠ അവാർഡ് കിട്ടുന്ന 60ാമത്തെ വ്യക്തിയും 6ാമത്തെ മലയാളിയും കൂടിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടാത്ത രാജ്യം. ഓപ്ഷൻ എ ശ്രീലങ്ക, ഓപ്ഷൻ ബി പാകിസ്ഥാൻ, ഓപ്ഷൻ സി ചൈന ആൻഡ് ഓപ്ഷൻ ഡി ബംഗ്ലാദേശ്. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ശ്രീലങ്കയാണ്. നമുക്കറിയാം, അപ്പോൾ ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടാത്ത രാജ്യമാണ് ശ്രീലങ്ക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യയുടെ കര അതിർത്തി എന്ന് പറയുന്നത് 15,200 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ കര അതിർത്തി എത്രയെന്ന് വെച്ചാൽ എത്രയാണ്? അത് 15,200 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ സമുദ്ര അതിർത്തി ചോദിക്കുകയാണെങ്കിൽ അത് 7,516.6 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ കര അതിർത്തി 15,200 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ സമുദ്ര അതിർത്തി 7,516.6 കിലോമീറ്ററാണ്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 7 കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലുതാണ് ചൈന. കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ ചൈനയാണ്. എന്നാൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ചോദിക്കുകയാണെങ്കിൽ അത് ഭൂട്ടാനാണ്. മാറിപ്പോരുത്. കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലുത് ചൈനയാണ്, ഏറ്റവും ചെറുത് ഭൂട്ടാനുമാണ്. എന്നാൽ കരാതിർത്തി ഏറ്റവും കൂടുതൽ പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ഇന്ത്യ കരാതിർത്തി ഏറ്റവും കൂടുതൽ പങ്കിടുന്ന രാജ്യം എന്ന് വെച്ചാൽ അത് ബംഗ്ലാദേശാണ്. എന്നാൽ ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് വെച്ചാൽ അത് അഫ്ഗാനിസ്ഥാൻ. അപ്പം കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലുത് ചൈന, കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ കരാതിർത്തി ഏറ്റവും കൂടുതൽ പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. മാറില്ല. എന്നാൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഭൂട്ടാൻ, കരാതിർത്തി ഏറ്റവും കുറവ് പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അടുത്ത്, ഇന്ത്യ കരാതിർത്തി ഏറ്റവും കൂടുതൽ പങ്കിടുന്ന 3ാമത്തെ രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ത്യ കരാതിർത്തി ഏറ്റവും കൂടുതൽ പങ്കിടുന്ന 3ാമത്തെ രാജ്യമാണ് പാകിസ്ഥാൻ. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ നമ്മൾ നേരത്തെ പറഞ്ഞു അതിനാണ് ബംഗ്ലാദേശിനാണ്. 2ാം സ്ഥാനം ചൈനയാണ്. 3ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഓപ്ഷൻ എ എബ്രഹാം ലിങ്കൻ, ഓപ്ഷൻ ബി ജോർജ് വാഷിങ്ടൺ, ഓപ്ഷൻ സി ബിൽ ക്ലിൻ്റൺ ആൻഡ് ഓപ്ഷൻ ഡി തോമസ് ജെഫേഴ്സൺ. നമുക്ക് ആൻസർ അറിയാം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ജോർജ് വാഷിങ്ടൺ ആണ്. അപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡൻ്റാണ് ജോർജ് വാഷിങ്ടൺ. അമേരിക്കയുടെ 45ാമത്തെ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ 45ാമത്തെ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ നിയുക്ത പ്രസിഡൻ്റാണ് ജോ ബൈഡൻ. അദ്ദേഹം 46ാമത്തെ അമേരിക്കൻ പ്രസിഡൻ്റാണ്. അതുകൂടാതെ തന്നെ അമേരിക്കയുടെ ഏറ്റവും വയസ്സായ
പ്രസിഡൻറ്റ്, അമേരിക്കയുടെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡൻറ്റ് കൂടിയാണ് ജോ ബൈഡൻ. അപ്പോൾ അമേരിക്കയുടെ 45ാമത്തെ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപാണ്. അമേരിക്കയുടെ നിയുക്ത പ്രസിഡൻ്റായ ജോ ബൈഡൻ, അതായത് 46ാമത്തെ പ്രസിഡൻ്റാണ് അദ്ദേഹമാണ് അമേരിക്കയിൽ പ്രസിഡൻ്റാവുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. എന്നാൽ അമേരിക്കൻ വൈസ് പ്രസിഡൻ്റാവുന്ന ആദ്യ വനിതയാണ് കമല ഹാരിസ്. അമേരിക്കൻ വൈസ് പ്രസിഡൻ്റാവുന്ന ആദ്യ വനിത ചോദിക്കുകയാണെങ്കിൽ അത് കമല ഹാരിസാണ്. അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ മാതാവ്. അപ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡൻ്റാവുന്ന ആദ്യ വനിതയാണ് കമല ഹാരിസ്. അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മാതാവ്. അടുത്ത എബ്രഹാം ലിങ്കനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 16ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ്, അത് ചോദിച്ചിട്ടുള്ളതാണ്. എബ്രഹാം ലിങ്കൻ 16ാമത്തെ അമേരിക്കൻ പ്രസിഡൻ്റാണ്. അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചത് എബ്രഹാം ലിങ്കനാണ്. അതേപോലെ അമേരിക്കയിൽ വധിക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് കൂടിയാണ് എബ്രഹാം ലിങ്കൻ. അപ്പോൾ എബ്രഹാം ലിങ്കൻ 16ാമത്തെ അമേരിക്കൻ പ്രസിഡൻ്റാണ്. അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചത് അദ്ദേഹമാണ്. വധിക്കപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് കൂടിയാണ് എബ്രഹാം ലിങ്കൻ. അടുത്ത് ബിൽ ക്ലിൻ്റനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 42ാമത്തെ അമേരിക്കൻ പ്രസിഡൻ്റാണ് ബിൽ ക്ലിൻ്റൻ. ബിൽ ക്ലിൻ്റൻ്റെ പ്രശസ്തമായ ആത്മകഥയാണ് മൈ ലൈഫ്. അപ്പോൾ ബിൽ ക്ലിൻ്റൻ 42ാമത്തെ അമേരിക്കൻ പ്രസിഡൻ്റാണ്. ബിൽ ക്ലിൻ്റൻ്റെ പ്രശസ്തമായ ആത്മകഥയാണ് മൈ ലൈഫ്. അടുത്ത് തോമസ് ജെഫേഴ്സനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 3ാമത്തെ അമേരിക്കൻ പ്രസിഡൻ്റാണ് തോമസ് ജെഫേഴ്സൺ. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ തയ്യാറാക്കുന്നത് തോമസ് ജെഫേഴ്സണാണ്. അപ്പോൾ തോമസ് ജെഫേഴ്സണാണ് 3ാമത്തെ അമേരിക്കൻ പ്രസിഡൻറ്റ്. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ 1776 തയ്യാറാക്കുന്നത് തോമസ് ജെഫേഴ്സണാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുത ചാലകവും അല്ലാത്ത വസ്തു ഏതാണ്? നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുത ചാലകം അല്ലാത്ത വസ്തു ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മൈക്കയാണ്. അല്ല, ആൻസേഴ്സ് വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്ന പേരാണ് വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്ന പേരാണ് ചാലകങ്ങൾ. വൈദ്യുതിയുടെയും അതുപോലെ താപത്തിൻ്റെയും ഏറ്റവും നല്ല ചാലകമാണ് വെള്ളി. വൈദ്യുതിയുടെയും താപത്തിൻ്റെയും ഏറ്റവും നല്ല ചാലകമാണ് വെള്ളി. വെള്ളിയുടെ അറ്റോമിക് സംഖ്യ 47 ആണ്. അപ്പോൾ വൈദ്യുതിയുടെയും താപത്തിൻ്റെയും ഏറ്റവും നല്ല ചാലകമാണ് വെള്ളി. വെള്ളിയുടെ അറ്റോമിക് സംഖ്യയാണ് 47. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് കുചാലകങ്ങൾ എന്നറിയപ്പെടുന്നത്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്ന പേരാണ് കുചാലകങ്ങൾ. ഉദാഹരണം പ്ലാസ്റ്റിക്, റബ്ബർ എന്നിവ. വൈദ്യുതി ഭാഗികമായി കടത്തിവിടുന്നവയാണ് അർദ്ധചാലകങ്ങൾ. വൈദ്യുതി ഭാഗികമായി കടത്തിവിടുന്നവയെ നമ്മൾ അർദ്ധചാലകങ്ങളെന്ന് പറയുന്നു. ഉദാഹരണം ജെർമേനിയം, സിലിക്കൺ, കാർബൺ ഇവയൊക്കെയാണ് അർദ്ധചാലകങ്ങൾക്ക് ഉദാഹരണം. സിലിക്കയുടെ പൂർണ്ണരൂപം നമുക്ക് സിലിക്കൺ ഡയോക്സൈഡാണ് ഈ സിലിക്ക എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവാണ് സിലിക്ക. അപ്പോൾ സിലിക്കൺ ഡയോക്സൈഡ് എന്നറിയപ്പെടുന്നത് സിലിക്കയാണ്. ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവാണ് സിലിക്ക. മെർക്കുറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ അറ്റോമിക് സംഖ്യ 80 ആണ്. റൂം ടെമ്പറേച്ചറിൽ പോലും ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു മൂലകമാണ് മെർക്കുറി. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ്. അടുത്ത ചോദ്യം, ആരോഗ്യദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 24 പ്രത്യേകത. ആരോഗ്യദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 24 പ്രത്യേകത. ഓപ്ഷൻസ്: എ ലോക ഹീമോഫീലിയ ദിനം, ഓപ്ഷൻ ബി ലോക മലേറിയ ദിനം, ഓപ്ഷൻ സി ലോക ക്ഷയരോഗ ദിനം, ഓപ്ഷൻ ഡി ലോക പോളിയോ ദിനം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ക്ഷയരോഗ ദിനമാണ്. അപ്പോൾ ലോക ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 24 പ്രത്യേകതയാണ് അത് ലോക ക്ഷയരോഗ ദിനമാണ്. ലോക ഹീമോഫീലിയ ദിനം നമുക്കറിയാം ഏപ്രിൽ 17. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ലോക മലേറിയ ദിനം ഏപ്രിൽ 25. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ലോക മലേറിയ ദിനം ഏപ്രിൽ 25.
ലോക പോളിയോ ദിനം ഒക്ടോബർ 24-നാണ്. ലോക പോളിയോ ദിനം ഒക്ടോബർ 24-നാണ്. ഇത് ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടി നമുക്ക് ചെറിയൊരു കോഡുണ്ട്. മോക്ക് പോളിയോ എന്ന് പഠിച്ചാൽ വെച്ചാൽ മോക്ക് പോളിയോ. നമുക്കറിയാം ഈ മോൾ ദിനം നമുക്കറിയാമല്ലേ. മോളിൻ്റെ വാല്യൂ അവഗാഡ്രോ സംഖ്യ എന്നറിയപ്പെടുന്നത് എത്രയാണ്? 6.022 ഇൻറ്റു 10⁻23 ആണ് അവഗാഡ്രോ സംഖ്യ. അതിൽ നിന്ന് നമുക്ക് മോളിൻ്റെ ഏത് ദിവസമാണ് മോൾ ദിനം എന്നുള്ളത് നമുക്ക് കിട്ടും. 10⁻23 എന്ന് പറയുമ്പോൾ 10 മാസം 23-ാം തീയതി, ഒക്ടോബർ 23 അതിൽ നിന്ന് കിട്ടും. മോൾ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 23-ആണ്. അപ്പം തൊട്ടടുത്ത ദിവസമാണ് പോളിയോ ദിനം, അതായത് ഒക്ടോബർ 24. അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ 23-ആണ്. ഒക്ടോബർ 24-നാണ് ലോക പോളിയോ ദിനം. അപ്പോൾ കോഡ് മോക്ക് പോളിയോ അത് കിട്ടും. അടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു കോഡുണ്ട്, വനജല കാലക്ഷയം. അത് എന്ന് പറഞ്ഞാൽ മാർച്ച് 21 ലോക വനദിനമാണ്. മാർച്ച് 22 ലോക ജലദിനം. മാർച്ച് 23 ചോദിക്കുകയാണെങ്കിൽ അത് ലോക കാലാവസ്ഥാ ദിനമാണ്. പിന്നെ മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. അതിൻ്റെ കോഡാണ് വനജല കാലക്ഷയം. നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു.